നമ്മുടെ സംസ്ഥാനത്തെ ജയിലുകൾ നിറഞ്ഞു കവിയുന്നൊരു സാഹചര്യമുണ്ട്. പരമാവധി ശേഷിയേക്കാൾ 2699 തടവുകാരാണ് കേരളത്തിലെ ജയിലുകളിൽ ഉള്ളത് എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. 2 സെൻട്രൽ ജയിലുകളിൽ പരമാവധി എണ്ണത്തിന്റെ ഇരട്ടിയോളം തടവുകാരാണുള്ളത്. കണ്ണൂർ വനിതാ ജയിലിലും തടവുകാരുടെ എണ്ണം കൂടുതലാണ്. തെക്ക്, മധ്യ, വടക്കൻ മേഖലകളിലായാണ് കേരളത്തിലെ ജയിലുകളെ തിരിച്ചിട്ടുള്ളത്. 3 മേഖലകളിലായി കേരളത്തിൽ 57 ജയിലുകളാണുള്ളത്. 57 ജയിലുകളിലായി പരമാവധി പാർപ്പിക്കാവുന്ന തടവുകാരുടെ എണ്ണം 7823 ആണ്. തെക്കൻ മേഖലയിൽ 2262, മധ്യമേഖലയിൽ 2482, വടക്കൻ മേഖലയിൽ 3079 എന്നിങ്ങനെയാണ് പരമാവധി ശേഷി. എന്നാൽ 2025 മാർച്ച് 27 കണക്ക് പ്രകാരം കേരളത്തിലെ ജയിലുകളിലെ അന്തേവാസികളുടെ എണ്ണം 10522 ആണ്. 2262 പേരെ പാർപ്പിക്കാവുന്ന തെക്കൻ മേഖലയിലെ ജയിലുകളിലുള്ളത് 3573 പേർ. 2482 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള മധ്യമേഖലയിൽ 3147 പേരാണ് തടവിൽ കഴിയുന്നത്. 3079 തടവുകാരെ വഹിക്കാൻ ശേഷിയുള്ള വടക്കൻ മേഖലയിലെ ജയിലുകളിലുള്ളത് 3802 പേരും. സംസ്ഥാനത്തെ ജയിലുകളുടെ പരമാവധി ശേഷിയേക്കാൾ 2699 പേർ കൂടുതലായി ജയിലുകളിലുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സെൻട്രൽ ജയിലുകളിലും ഇതേ പ്രതിസന്ധിയുണ്ട്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ പരമാവധി ശേഷി 727 ആണെന്നിരിക്കെ 1528 തടവുകാരാണ് ഇവിടെയുള്ളത്. ഇത് പരമാവധി ശേഷിയേക്കാൾ ഇരട്ടിയിലേറെയാണ്. വിയ്യൂരിലും സ്ഥിതി സമാനം. പരമാവധി ശേഷി 553 ആണെങ്കിൽ തടവുകാരുടെ എണ്ണം 1107, ഏകദേശം ഇരട്ടിയോളം തന്നെ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 948 പേരെ മാത്രം പാർപ്പിക്കാമെന്നിരിക്കെ നിലവിലുള്ളത് 1095 പേർ. അതേസമയം തുറന്ന ജയിലുകളിൽ തടവുകാരുടെ എണ്ണം കുറവാണ്. 238 പേരെ പാർപ്പിക്കാവുന്ന ചീമേനിയിൽ 139 പേരും 401 പേരെ പാർപ്പിക്കാവുന്ന തിരുവനന്തപുരം നെട്ടുകാൽത്തേരിയിലെ തുറന്ന ജയിലിൽ 187 അന്തേവാസികളുമാണുള്ളത്. തിരുവനന്തപുരത്തെ വനിതകളുടെ തുറന്ന ജയിലിൽ പരമാവധി എണ്ണം 43 ആയിരിക്കെ 8 പേർ മാത്രമാണുള്ളത്. കണ്ണൂർ ഒഴികെയുള്ള വനിതാ ജയിലുകളിലും നിലവിൽ പ്രതിസന്ധിയില്ല. കണ്ണൂർ വനിതാ ജയിലിൽ 37 പേരാണ് നിലവിലുള്ളത്. ഇവിടെ പരമാവധി എണ്ണം 30 ആണ്. തടവുകാരുടെ എണ്ണത്തിലെ വർധന വരും ദിവസങ്ങളിൽ ജയിലുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചേക്കും. ഉദ്യോഗസ്ഥരുടെ എണ്ണം, ഭക്ഷണം ഉൾപ്പെടെ തടവുകാർക്കുള്ള സേവനങ്ങൾ, ജയിൽ സുരക്ഷ തുടങ്ങിയവയെല്ലാം പ്രതിസന്ധിയിലാകാനും സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ ജയിലുകളിൽ തടവുകാരുടെ എണ്ണം അനുവദനീയമായതിലും കൂടുമ്പോൾ തടവുകാരുടെ സുരക്ഷ, ക്ഷേമം തുടങ്ങിയവയെല്ലാം പ്രതിസന്ധിയിലാവുകയാണ്. കണ്ണൂരിൽ നിന്നും മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം.